ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വ്യക്തി വില്ലാളിയായ അഭിമന്യുവിനെ കുറിച്ചാണ്. മഹാഭാരതത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ് അഭിമന്യു. പാണ്ഡവനായ അർജുനന് ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച മകനാണ് ഇദ്ദേഹം. ചന്ദ്രന്റെ അംശാവതാരമായി വിശേഷിപ്പിക്കുന്ന അഭിമന്യു അച്ഛനോളം പോന്ന വില്ലാളിയാണ്. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ മഹാഭാരത കഥയിൽ പ്രമുഖ സ്ഥാനം കരസ്ഥമാക്കിയ കഥാപാത്രമാണ് അഭിമന്യു. സുഭദ്ര ഗർഭിണിയായിരിക്കെ മകരവ്യൂഹം, കൂർമ്മവ്യൂഹം, സർപ്പവ്യൂഹം തുടങ്ങി വിവിധ വ്യൂഹങ്ങളിൽ കടക്കേണ്ടതും അവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുമായ രീതികൾ അർജുനൻ പത്നിയെ സവിസ്തരം വിവരിച്ച് കേൾപ്പിച്ചു. വ്യൂഹങ്ങളിൽ പ്രധാനമായ ചക്രവ്യൂഹത്തിൽ കടക്കുന്നത് എങ്ങനെയെന്ന കാര്യം വിശദീകരിച്ചപ്പോൾ സുഭദ്ര ഉറക്കത്തിലേക്ക് വഴുതിയത് കണ്ട് അർജുനൻ വിവരണം നിർത്തി. അതിനാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ വിദ്യകളെല്ലാം സസൂക്ഷ്മം ഹൃദ്യസ്ഥമാക്കിയ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിലേക്ക് കടക്കാനുള്ള വഴി വരെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ.